സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. പലയിടങ്ങളിലും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് കടലാക്രമണം രൂക്ഷമാണ്. കനത്ത കാറ്റും ശക്തമായ മഴയും ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ ജനജീവിതം ദുസ്സഹമാക്കി മാറ്റിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ അതിശക്തമായ മഴ തുടരുന്നുണ്ട്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, എന്താണ് നഗരമേഖലയിലെ സാഹചര്യം, അതുപോലെ ഉൾപ്രദേശത്തെയൊക്കെ സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് ഈ തീരമേഖലകളിലാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നത്. അവിടെ ഈ കടലാക്രമണം രൂക്ഷമാകുന്നു, വീടുകളിലേക്ക് വെള്ളം കയറുന്നു, ഇവിടെ വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥ, സുരക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അങ്ങനെ പ്രശ്നങ്ങൾ പലതാണ്. എന്താണ് അമൽ സുരേന്ദ്രൻ എറണാകുളത്ത് നിന്ന് പൊതുവായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? അമൽ. റിജിത്ത്, ഏതായാലും കൊച്ചിയിൽ പ്രത്യേകിച്ചും എറണാകുളത്തിന്റെ നഗരപ്രദേശങ്ങളിൽ ഇടതടവില്ലാത്ത മഴയാണ് ഉണ്ടാകുന്നത്. മഴയുടെ തോതിൽ നേരിയ കുറവുണ്ട് പല സ്ഥലത്തും, പക്ഷേ ഇടതടവില്ലാതെ മഴ പെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. പക്ഷേ എന്തായാലും അടുത്ത മാസം 3-ാം തീയതി വരെ ഈ മഴ ഇതുപോലെ തന്നെ ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരുന്ന വിവരം. ഏതായാലും എറണാകുളത്തിന്റെ തീരപ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള മഴയുടെ ഏറ്റവും രൂക്ഷമായ അഭാവം നമ്മൾ കാണുന്നത്. കടൽക്ഷോഭം അതീവ രൂക്ഷമായ കണ്ണമാലി, ചെല്ലാനം ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ഞാറയ്ക്കൽ പോലുള്ള പ്രദേശങ്ങളിൽ, നായരമ്പലം പോലുള്ള പ്രദേശങ്ങളിൽ, എടവനക്കാട് പോലുള്ള പ്രദേശങ്ങളിലെല്ലാം അതിരൂക്ഷമായ കടലേറ്റമാണ് ഉണ്ടാകുന്നത്. ഈ കടലേറി കിലോമീറ്ററുകൾ ഈ തീരപ്രദേശത്തിന്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നിന്നും ഈ വെള്ളം ഇറങ്ങാൻ മണിക്കൂറുകൾ എടുക്കുന്നു എന്നൊരു പ്രശ്നവും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ എറണാകുളത്തിന്റെ മലയോര പ്രദേശങ്ങളിൽ പല അനിഷ്ട സംഭവങ്ങളുമുണ്ട്. ശക്തമായ കാറ്റാണ് ജില്ലയിൽ വീശുന്നത്. 45 തൊട്ട് 55 കിലോമീറ്റർ വരെ വേഗതയിലാണ് കാറ്റ് വീശുക. ചിലപ്പോഴെല്ലാം 65 കിലോമീറ്റർ വേഗതയിലും കാറ്റ് വീശാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ ആറിലെ ജലനിരപ്പ് ഉയർന്നതും മറ്റൊരു വലിയ ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. മൂവാറ്റുപുഴ ആറിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോടെല്ലാം ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂതത്താൻ കെട്ടിന്റെ എല്ലാ ഷട്ടറുകളും നിലവിൽ തുറന്നു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. മലങ്കര ഡാമിന്റെയും ഷട്ടറുകൾ തുറന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നദികളിൽ ജലനിരപ്പ് ഉയരുവാനുള്ള സാഹചര്യമുണ്ട്. ഈ തീരപ്രദേശങ്ങളിൽ കടലേറ്റത്തിന് പുറമെ കിഴക്കൻ വെള്ളം എത്തിയതും ഈ ജലം ഉൾപ്രദേശങ്ങളിൽ നിന്നാൽ ഈ തീരപ്രദേശത്തിന്റെ കുറച്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് നിൽക്കുന്ന വെള്ളം ഇറങ്ങുന്നതിന് ഒരു പ്രയാസമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേലി ഇറക്ക സമയത്ത് പോലും ഈ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ ഉള്ളിൽ തന്നെ ചില റോഡുകളിൽ മാത്രമേ വെള്ളക്കെട്ടുള്ളൂ. ഈ വെള്ളക്കെട്ട് വേഗത്തിൽ തന്നെ ഇറങ്ങുന്നതുമായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കേരള തീരത്ത് ഇപ്പോൾ ഇടിമിന്നലിന്റെ പ്രശ്നമില്ല. കാലാവസ്ഥാ നിർണയ സോഫ്റ്റ്വെയറുകളെല്ലാം നോക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ കുറച്ചുകൂടി മുകളിലേക്കുള്ള ഭാഗങ്ങളിലാണ് ഇടിമിന്നൽ ഇപ്പോൾ ഉള്ളത്. റീജിത്ത്. ശരി, അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക.